രാവിലെ തന്നെ നേരത്തെ എണീറ്റ് അങ്ങ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ജിമ്മിനൊക്കെ പോയി ഒന്ന് ഓടി വന്നപ്പോ ഇപ്പോഴാണ് ഒരു സുഖമായത്. എന്റെ മോനെ, ഇനി ഇങ്ങനെ വേണം നമുക്ക് എന്നും ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡാമിലാണെങ്കിൽ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം ഭയങ്കര കുറവാണല്ലോ. നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം, കാരണം ഇന്ന് ഓഫീസിൽ പോവാൻ സമയമായി. നമ്മൾ പോലീസിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഫുൾ ഇപ്പൊ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തായാലും ഓടി അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും ബോഡി അങ്ങോട്ടൊന്ന് സെറ്റ് ആവാനുണ്ട് കുറച്ചുകൂടെ. നമുക്ക് ഇന്ന് ജോബും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. അരുണിമ എന്ന് പറഞ്ഞ കുട്ടി കമന്റ് ഇട്ടുണ്ടായിരുന്നു, 1 ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിന്റെ പോലീസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പോലീസ് ആയിട്ട് ഫ്രാങ്കിൽ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചാൽ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് മൊത്തം അങ്ങോട്ട് കാണാം ഫ്രാങ്ക്ലിന്റെ പോലീസിന്റെ പണി എന്താണെന്ന്. ഓൾറൈറ്റ്, അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇപ്പൊ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫ്രാങ്ക്ലിൻ ഇപ്പൊ സിറ്റിയിലെ വലിയൊരു പോലീസ് ഓഫീസറാണ്. അപ്പൊ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിനാണ് നമ്മള് പോലീസിലൊക്കെ വെച്ചേക്കുന്നത്. ഓക്കെ, കുറെ ഫുൾ ഗാർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഫ്രാങ്ക്ലിന്റെ വണ്ടി ഉണ്ട്, പോലീസ് വണ്ടി, ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രാങ്ക്ലിൻ വീട്ടിൽ തന്നെ, കാരണം ഫ്രാങ്ക്ലിൻ കേസൊക്കെ കാരണം വീട്ടിൽ തന്നെ ജയിലും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമ്മള് കുറച്ചുകൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജയിലും കാര്യങ്ങളൊക്കെ പണിയാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ക്രിമിനൽസിനൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ജയിലിലിടാം. അതാണ് നമ്മുടെ പരിപാടി. ഹലോ കോൺസ്റ്റബിൾ, ഇവിടെ ഉണ്ടായിരുന്ന 2 ആൾക്കാരവിടെ പോയി? നമ്മളെ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്നാ സാറേ? അത് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന ആളെ നമ്മള് കോടതിയിലോട്ട് കൊണ്ടുപോയത് സാറേ. ആൾക്കൊരു 2 വർഷം കഠിന തടവുണ്ട്, ഫൈനും ഉണ്ടായിരിക്കും ആൾക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വണ്ടി വന്നിട്ട് ജണ്ടവന്മാര് വന്ന് ബോംബിട്ട് പൊട്ടിത്തെറിപ്പിച്ച്. കാരണം ഫ്രാങ്ക്ലിൻ ജോലിയിൽ നിർത്തി പോവാൻ വേണ്ടിട്ട്, പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അവനൊക്കെ അങ്ങനെ ഫ്രാങ്ക്ലിൻ പിടിച്ച് അങ്ങ് ജയിലിലൊക്കെ ഇട്ടായിരുന്നു. ഓക്കെ, എടാ അവിടെ ആരാടാ ഫുഡ് ഉണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡല്ലേ? ഇയാളെങ്ങനെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ സാറേ, എന്തുവേണ്ടി സാറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന? ഷിൻചാനും പിഞ്ചാനും ഉണ്ടാക്കിയില്ലേ? എന്റെ പൊന്നു സാറേ, ആ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ രാവിലെ എണീറ്റ് അവിടെ TV കാണാൻ തുടങ്ങിയതാണ്. മനുഷ്യനാണെങ്കിൽ ഇവിടെ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. എന്റെ ലൈഫിൽ ഞാൻ ഒരു ചായ പോലും വെച്ചിട്ടില്ല. എന്നെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സിനും ചായ വെപ്പിച്ച് ഇപ്പഴേ ബർഗർ ഉണ്ടാക്കിപ്പിക്കുന്നു. ഞാനിപ്പോ ഒരു വേലക്കാരനായി സാറേ. അത് കൊള്ളാമല്ല പരിപാടി. സാറേ, അത് പിന്നെ ഷിൻചാനും പിഞ്ചാനും നമുക്കല്ല ഇത്ര നാള് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അതുകൊണ്ടാണ് സാറേ. ഇന്ന് 2 ദിവസം ഒന്ന് സാറൊന്ന് ക്ഷമിക്ക് സാറേ. എന്തെങ്കിലും ഒരു സർവജ്ഞന് എന്തെങ്കിലും ഒക്കെ സാറേ. മനുഷ്യ പണിയെടുത്ത് ഒരു വിധം വേണ്ട തല വലിയ മുടിയൊക്കെ അങ്ങ് പോയി. കണ്ടില്ലേ, ഞാൻ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് കുക്കായിട്ട്. താങ്കളെ കണ്ടിട്ട് കുക്കായിട്ട് തോന്നുന്നില്ല, പക്ഷെ പോലീസായിട്ട് തോന്നുന്നില്ല സാറേ. എന്താണ് സാറേ അങ്ങനെ പറഞ്ഞത്? ഒരു 2 ദിവസത്തേക്ക് ക്ഷമിക്ക്. നമ്മളെന്തായാലും ഗ്രാനി അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ട് ഫുഡ് വെക്കാനും, പാത്രം കഴുകാനും, ഡ്രസ്സൊക്കെ അലക്കാനും, വീടൊക്കെ ക്ലീൻ ചെയ്യാനും. നമ്മൾ കഴിഞ്ഞിട്ട് ഗ്രാനി അമ്മായി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ജസ്റ്റ് 3000 ലൈക്കാണ്. 3000 ലൈക്ക് നമ്മൾ ഗ്രാനി അമ്മായിനെ ഇങ്ങോട്ട് കൊണ്ടുവരണതായിരിക്കും. ഓക്കെ, ഗ്രാനി അമ്മായി അറിയത്തില്ല നിങ്ങൾക്ക്? അറിയുന്നവരൊക്കെ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവന്മാരെവിടെ? ഷിൻചാനും പിഞ്ചാനും അവിടെ. അവന്മാര് മേലെ TV കാണുന്നല്ല അമ്മ അടുത്ത് പറഞ്ഞത്. ഓക്കെ, ഓൾറൈറ്റ്. എടാ, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല അവർക്ക്. ഇന്ന് ട്യൂസ്ഡേ അല്ലേ, ചൊവ്വാഴ്ച അല്ലേ ഇന്ന്? അവരുടെ ക്ലാസ്സിൽ നിന്നും പോവാനിത്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് TV കാണുവാന്ന് തോന്നുന്നുണ്ട് അവന്മാര്. മനുഷ്യനാണെങ്കില് ഇവന്മാർക്ക് ഈ കാർട്ടൂൺ തന്നെ. ഈ അലമ്പ് കാർട്ടൂണാണ് ഇവന്മാര് കാണുന്നത്. ഇവന്മാരെ ഫേവറേറ്റ് കാർട്ടൂണാണ്. അല്ല ഷിൻചാനെ, ക്ലാസ് ഒന്നുമില്ല എനിക്ക്. ഡിസ്റ്റർബ് ചെയ്യാനൊന്ന് പോവോ? മനുഷ്യൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് കാണുന്ന കാർട്ടൂണാണ്. അലാറം വെച്ച് എണീറ്റ്. അല്ലടാ, നിനക്ക് ക്ലാസ് ഒന്നുമില്ല ഷിൻചാനെ? ഒന്നും മിണ്ടാണ്ട് പോവോ? എടാ ഷിൻചാനെ, ഞാൻ ചൂരലെടുക്കുന്നു. അല്ല ഫ്രൈസ്, ക്ലാസ് ഒന്നുമില്ല എനിക്ക്. എടാ ഞായറാഴ്ച, നീ ഇന്നലെ പറഞ്ഞു ഇന്നലെയാണ് ഞായറാഴ്ച. എടാ മിനിയാന്നായിരുന്നടാ ഞായറാഴ്ച. എന്നിട്ട് നീ ഇന്നലെ ഞായറാഴ്ച എന്നും പറഞ്ഞിട്ട് ക്ലാസ്സിലും പോയില്ല. അത് പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഞായറാഴ്ചയാണ്.
എടാ നിന്റെ ഉടായ്പും കാര്യങ്ങളും എന്റെ അടുത്ത് എടുക്കണ്ട, നേരെ പല്ലേച്ച് കുളിച്ച് സ്കൂളിൽ പോക്ക് കേട്ടാ. ഇന്നത്തെ ലീവ് എടുത്തോണ്ട് ഫ്രാങ്ക്ലിൻ ബായ്. എടാ പിഞ്ചാനെ ഒന്ന് പറയടാ. എടാ ലീവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, കുളിച്ച് റെഡി ആവുക, സ്കൂൾ ബസ് വരുമ്പോ അങ്ങ് കേറി പോവാ കേട്ടാ. ഇല്ല അങ്ങനെ പറയൂ. അല്ല ചിഞ്ചാന, നീ എന്തിനാണ് നമ്മളെ ഇവിടെ സെക്യൂരിറ്റിനെ കൊണ്ട് പോലീസ് ഓഫീസേഴ്സിനെ കൊണ്ട് നീ അങ്ങ് പണിയെടുപ്പിക്കുന്നത്? ഒരു മാസമായി ഞാനും പിഞ്ചാനും കിടന്ന് പണിയെടുത്ത് ഒരു വിധമായി. സ്കൂളിൽ പോവാൻ വരിക പണിയെടുക്കുക, സ്കൂളിൽ പോവാൻ വരിക പണിയെടുക്കുക. മടുത്ത് മനുഷ്യന്. നമുക്ക് ഗ്രാനിയമ്മായി അങ്ങ് വിളിക്കാം അങ്ങോട്ട്. ആ ഗ്രാനിയമ്മായി നമ്മളെന്തായാലും വിളിക്കാൻ നോക്കടാ, പേടിക്കണ്ട നീ. ചോപ്പ് ഇവിടെ ഫുള്ള്. എടാ ചോപ്പിനാണാടാ വീടിന്റെ ഉള്ളിലോട്ട് കയറ്റിയത്, ഫുള്ള് നാറ്റിക്കും അങ്ങ് ചോപ്പ്. ഓൾറെഡി അപ്പൊ നമുക്ക് എന്തായാലും ഡ്യൂട്ടിക്ക് പോവാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇന്ന് എന്തെങ്കിലും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇന്ന് നമ്മുടെ സിറ്റിയിൽ ക്രൈമും കുറെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ നടക്കുന്നത്. മോഷണം, കൊലപാതകം അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, കുറെ ഫയറിംഗ് സിറ്റുവേഷൻസ്, ഗാങ്സ്റ്റർ. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ അങ്ങ് മാറട്ടെ എന്റെ മോനെ. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് പോണം. ഓക്കേ, എന്റെ പാന്റ് ഒക്കെ നല്ല ലൂസ് ഉണ്ടല്ലേ. നമുക്ക് എന്തായാലും യൂണിഫോം എന്തായാലും മാറ്റണം. ഓക്കെ, നമുക്ക് ഏത് യൂണിഫോം ആക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇവിടത്തെ നമ്മളെ ഒറിജിനൽ നമ്മളെ കേരളത്തിലെ പോലീസ് ഇല്ലേ, ഒരു കാക്കി കളറൊക്കെ ആയിട്ട് മഞ്ഞ കളർ, ആ യൂണിഫോം ആക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, സൂക്ഷിച്ചു വേണം പോകാനായിട്ട് കേട്ടോ. അതൊക്കെ സൂക്ഷിച്ചേ പോകത്തുള്ളൂ എന്റെ സാറേ. നമ്മളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം നമ്മൾ സിൻസിയർ പോലീസ് ഓഫീസർ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുമാതിരി തന്നെ ഗൈസ്, നല്ല കിടിലൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. എടാ കൊറേ കരടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും ഒരു ദിവസം മിലിറ്ററി ആവണം കേട്ടാ, പട്ടാളക്കാരാവണം നമുക്ക്. എന്നിട്ട് നമുക്ക് യുദ്ധത്തിലൊക്കെ പോണം. അതൊരു വെറൈറ്റി അല്ലേ. എനിക്കുണ്ടല്ലോ എല്ലാ ജോബും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അപ്പൊ കമന്റ് ചെയ്യാം, പട്ടാളമാണോ ഇഷ്ടം അതോ നിങ്ങൾക്ക് പോലീസ് ആണോ ഇഷ്ടം? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, അങ്ങനെ നമ്മള് പോലീസ് സ്റ്റേഷനൊക്കെ എത്താറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ സൈറൻ ടയർ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി തരും കേട്ടാ. അതാണ് നമ്മളെ പോലീസിന്റെ പ്രത്യേകത. അതില്ല, നമ്മൾ സൈറനൊക്കെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി തരും, വണ്ടിയൊക്കെ സ്റ്റോപ്പ് ആക്കി തരും. അതാണ് പൊളിയാണ് പോലീസ് കഴിഞ്ഞാല്. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെ നമ്മളെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇന്ന് ആരും വന്നില്ലേ, പോലീസുകാരും കാണുന്നൊന്നുമില്ലല്ലോ. ഇന്ന് ലീവാണോ? എനിക്ക് തോന്നുന്നുണ്ട് ലീവാണോന്ന്. ആ ഇല്ല, ഉള്ളിൽ ദേ ഒരു ഓഫീസർ ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഇയാളടുത്ത് കണ്ടോക്കാം. പെട്ടെന്ന് വാ. ആ പറ സാർ, എന്ത് സാറേ, സിറ്റിയിൽ ഭയങ്കര പ്രശ്നമായി. പ്രശ്ന? അതെന്ത് പ്രശ്നം സാറേ? നമുക്ക് എന്നും പ്രശ്നങ്ങളല്ലേ സാറേ? സാറെ തെളിയിച്ച് പറ, എന്താ പ്രശ്നം എന്ന് പറ. സാറേ, നമ്മുടെ സിറ്റിയിലുണ്ടല്ലോ പലാറ്റോ സൈഡിൽ ഒരു ഗ്യാങ് വേഴ്സസ് മാഫിയ ഒരു ഡീലിംഗ് നടക്കുന്നുണ്ട് സാറേ. ആ ഓക്കെ. അപ്പൊ എന്നിട്ട് നിങ്ങൾ ആരും പോയില്ലേ? ഫ്രാങ്ക്ലിൻ സാറേ, നിങ്ങളല്ല സാറേ സിറ്റിത്തെ വലിയൊരു സീനിയർ ഓഫീസർ. അപ്പൊ സാറ് വേണം അത് ഏറ്റെടുക്കാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കാ? എന്ത് പറ്റി സാറ്? പേടിയാണോ സാറിന്? അയ്യോ, എനിക്ക് പേടിയൊന്നുമില്ല. മാഫിയ ആണേലും ആരാണേലും നമ്മ അങ്ങ് വെടി വെച്ച് അങ്ങ് ഇടും. ഓക്കെ സാറേ, അപ്പൊ കൊല്ലണ്ട, വെടി വെച്ചിട്ടിട്ടാ മതി. ബാക്കി ഡോക്ടറൊക്കെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ സാറ് വേണം ഒറ്റയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഓപ്പറേഷനോ? സാർ, ഓപ്പറേഷൻ വെച്ചാൽ നമ്മുടെ പോലീസ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ. ഞാൻ വിചാരിച്ചു ഡോക്ടറിന്റെ മറ്റേ ഓപ്പറേഷൻ ആയിരിക്കുന്നു. അയ്യോ. അപ്പൊ സാർ എപ്പോഴാണ് പോകുന്നത് സാറ്? അല്ല, ഈ എത്ര മണിക്കാണ് ഈ മീറ്റിംഗ് എന്ന് പറയണത്? സാർ, ഇതൊരു 11:30 12 മണിക്ക് ഇടയാണ്. നമുക്ക് സീക്രട്ട് ആയിട്ട് ഒരാള് അനോണിമസ് കോൾ ചെയ്ത് വിളിച്ചതാണ്. സാർ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഞാൻ ഒറ്റയ്ക്ക് മതി. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. മാഫിയയും ഗാങ്സ്റ്റാറും ഡീൽസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ചെറിയൊരു വെടിവെപ്പും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നമ്മളിന്ന് ചുമ്മാ ആകാശത്തോട്ടൊരു വെടിവെച്ച് കഴിഞ്ഞാല് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് അയച്ച് അവന്മാരെ അങ്ങ് ഡൗൺ ആയിക്കോളും. എങ്ങനെ ഐഡിയ? കാരണം മാഫിയ ഗാങ്സ്റ്റാർ എന്ന് വെച്ചാല് എവിടെ കണ്ടാലും വെടിവെപ്പും ബഹളമാണ്, മനസ്സിലായ?
അപ്പൊ എന്റെ ഇന്നത്തെ ഐഡിയ അതാണ്. എന്നിട്ട് നമുക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടും. നമുക്ക് ഇത്രയും വലിയ മാഫിയനെയും ഗാങ്സ്റ്ററിനെയും ഒറ്റയ്ക്ക് നേരിട്ട ഫ്രാങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിറ്റിത്തെ ടോപ്പ് നമ്പർ 1 പോലീസ് ആക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ? അത് കിടിലുള്ള ഐഡിയ അല്ലേ? അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. സാറേ, അപ്പൊ ഗണ്ണും കാര്യങ്ങളൊക്കെ എവിടെയാണ്? സ്പെഷ്യൽ ഗണ്ണും കാര്യങ്ങളൊക്കെ വേണ്ടേ ഈ ഓപ്പറേഷന്? സാറേ, നമ്മുടെ സ്റ്റോർ റൂമിലുണ്ട് സാറേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റോർ റൂമിലുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, ഇതാണെന്നുണ്ട് സ്റ്റോർ റൂം. ഇവിടെ കുറെ ഗണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും ഒരു പിസ്റ്റല്, ഒരു സ്നൈപ്പർ. ഓക്കെ, ഇവിടെ പുറത്തൊരു വെടിവെപ്പിന് ഉണ്ടല്ലോ കേട്ടോ നമ്മള്. എടാ, പുറത്ത് വെടിവെപ്പിന് ഇവിടെ നോക്കി നിൽക്കുന്ന. എവിടെയാണ് വെടിവെപ്പ്? ഓൾറൈറ്റ്, എവിടെ 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 എവിടെ? ഓ, കമോൺ കമോൺ, ഇവരെല്ലാന്നുണ്ട്. എടാ, നമ്മുടെ പോലീസ് ആരാടാ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഏത് ഭാഗത്താടാ? എടാ, ആരും കാണുന്നില്ലല്ലോ. ഇതിന്റെ ഉള്ളിലാണ് എവിടെ ഉള്ളത് പോലീസ്? ഓക്കെ ഓക്കെ ഓക്കെ, ഡൗൺ ആയതുകൊണ്ട്. ഓ, ഞാനാണെങ്കിൽ ഷോക്ക് അടിപ്പിച്ച ടൈസറൊക്കെ കൊണ്ട് വന്ന്. ഓക്കെ, ആളെ പിടിച്ചതുണ്ട്. ഓക്കെ, എനിക്കത് അപ്പുറത്തായിരുന്നു തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ, സീനില്ല സീനില്ല സീനില്ല. സാറേ, എന്തായി സാറേ? അതൊരു കള്ളനായിരുന്നു, ആളങ്ങ് പിടിച്ചിട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ആളങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, മാഫിയയുടെ ലൊക്കേഷനിലോട്ട് പോവാം. അതാരാടാ ഓടി വരുന്ന പോലീസ്? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഓക്കെ, ഫ്രാങ്ക്ലിന്റെ. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇതിലേതാണ് എന്റെ വണ്ടി, ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ നമുക്ക് നേരെ അങ്ങ് മറ്റേ സ്ഥലത്തോട്ട് പോവാം. ഇത് രഹസ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, ഫ്രാങ്ക്ലിൻ മാത്രം ഒറ്റയ്ക്കായിരിക്കും. മാസ്മരിക പോരാട്ടമായിരിക്കും ഫ്രാങ്ക്ലിൻ ചെയ്യാൻ പോണത്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരെ വേണ്ട, നമുക്ക് അതിലുള്ള മെയിൻ ഗാങ്സ്റ്റേഴ്സിനെ മാത്രം മതി നമുക്ക്. ഓൾറൈറ്റ്, ഓക്കെ, ഇവിടെയാണ് അപ്പൊ ഡീലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് സൈഡ് ആക്കിയിട്ട് ഞാൻ ഒന്ന് ഫോൺ വെച്ചിട്ട് സൂം ചെയ്ത് നോക്കട്ടെ. കമോൺ ഫോണ്. അവിടെ എന്തൊക്കെയാണ് തോക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ചെറിയൊരു വെടി അങ്ങ് വെച്ചുകൊടുത്ത ബാക്കി അവർ നോക്കിക്കോളും. ഓക്കെ, ഇതാണ് മാഫിയ. ഓക്കെ, അവിടെ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. എന്തരോ പണ ഇടപാടാണ് കേട്ടോ. ഓ, എടാ, ഇപ്പോഴല്ലേ മനസ്സിലായത്? മാഫിയ അങ്ങ് പൈസ കൊടുക്കുന്നു, ഗാങ്സ്റ്റേഴ്സ് അവര് അങ്ങോട്ട് ഗണ്ണ് ഡീൽ ചെയ്യുന്നു. ഓക്കെ, ആ പെട്ടിയിലുള്ളത് മൊത്തം ഗൺസും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പുറത്തുള്ളത് പൈസയും. ഓക്കെ, എടാ, അപ്പുറത്ത് പോലീസ് വണ്ടിയല്ലേ കിടക്കുന്നത്? ഇനി അപ്പുറത്ത് വേറെ ഓപ്പറേഷൻ പോലെ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടും വില കൊടുത്തിട്ട് ഈ ഓപ്പറേഷൻ നമുക്ക് തന്നെ പാസ്സാവണം, നമുക്ക് തന്നെ ഇത് ജയിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രൊമോഷൻ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് സൈഡിൽ ഒളിപ്പിച്ചിട്ട് നമുക്ക് ചെറുതായ ഒരു 2 വെടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാല് അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടി വെച്ച് അങ്ങ് ചത്തോളും. അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, കാരണം ഇവർ രണ്ടുപേരും ജന്മനാ ശത്രുക്കളാണല്ലോ. ഓൾറൈറ്റ്, നമ്മളെ വണ്ടി അപ്പൊ അവര് കാണാൻ പാടില്ല. ഓക്കെ, ഒരുത്തവണ ബൈനോക്കുലറും പിടിച്ച് നിൽക്കുന്നുണ്ട്. ബായി ഉണ്ട് കേട്ടോ, അവൻ അപ്പുറത്തെ സൈഡിലോട്ടാണ് നോക്കിയത്. ഓക്കെ, അവിടുത്തെ പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വണ്ടി വെക്കാം, അപ്പൊ നമ്മളെ കാണത്തില്ല. മോനെ, നമുക്ക് ആദ്യം ഒരു കവർ എടുക്കണം. ഓക്കെ, നല്ലൊരു ലൊക്കേഷനിലോട്ട് പോണം. എടാ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടാ. ഏറ്റവും വലിയ ഡീലാണ്. ആ പൈസ നമുക്ക് അടിച്ചു മാറ്റിയാലോ? ശേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മൾ സിൻസിയർ പോലീസ് ഓഫീസറാണ്. ഇപ്പൊ ഒരു കോമഡിയാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ ഡീലർ എന്ന് പറഞ്ഞാല് ഓ, നമ്മളെ കണ്ട്. ഓ, ചാവട ചാവട ചാവട. ഞാൻ പറഞ്ഞില്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ട് വെടിച്ചത്തോളൂ. മോനെ, ഓടുന്നു. എവിടേക്കാണോ ഓടണത് നീയൊക്കെ? ഞാൻ പറഞ്ഞില്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ട് വെടിവെച്ച് എത്തോളുന്നു. എടാ, എന്തുവാടാ ഫ്ലയറൊക്കെ വരുന്നത്? എടാ, നമ്മളെ കാണിച്ചു കൊടുത്താണോ? എടാ, അപ്പത് പോലീസുകാര് വരുന്നുണ്ട് കേട്ടാ. ഓൾറൈറ്റ്, ഓക്കെ, ഇതിന് മാഫിയ കൂടിയുള്ള ചാവട അങ്ങോട്ട്. മാഫിയെ തെറ്റ്. അപ്പൊ മാഫിയ അപ്പൊ ഡൗൺ ആയിട്ടുണ്ട്. അടി, ഇപ്പമാര് മിസൈലാണ് ചത്തുപോയി കേട്ടാ. പോലീസുകാരുണ്ട് കയറാ. എടാ, നമ്മളാരെ വെടിവെക്കുന്നുണ്ടാ? ഓക്കെ, ചാവട അങ്ങോട്ട് ചാവട. അപ്പൊ നമ്മള് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് സക്സസ്ഫുള്ളി. എടാ, ബോംബൊക്കെ പൊട്ടിത്തെറിയുന്നു കേട്ടാ. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി പൈസ നമ്മൾ എടുത്തു. അതുമാതിരി തന്നെ നമ്മള് ഈ കാണുന്ന ഗൺസിന്റെ ബോക്സും ബോംബും ഗ്രാനൈഡും ഒക്കെ ഉണ്ട് കേട്ടാ. റോക്കറ്റ് ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ, എന്തൊരു തോക്ക് നമ്മുടെ കയ്യിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടത്തെ എല്ലാവരും പിസ്റ്റല്. ഇതൊക്കെ ഏത് ഗണ്ണിടാ? ഇതൊക്കെ ഏത് ഗണ്ണ്? എടാ, 100 ബുള്ളറ്റ് പോണ ഗണ്ണ്. മോനെ,
മോനെ വിഷയം കേട്ടാ വിഷയം. എടാ കൊറേ പിസ്റ്റലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കേറിയിട്ടുണ്ട്. സെറ്റ്. അപ്പൊ എനിക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഡൗൺ ആയി. എടാ ഇവിടൊക്കെ ഇവന്മാരിലൊക്കെ ഏതാണ് ഗണ്ണ്? വിഷയം ഗണ്ണുകളാണല്ലോ ഇവന്മാരുടെ കയ്യിലുള്ളത്. ആരുടെയോ ഗ്രാനൈഡ് ലോഞ്ചർ ഉണ്ടായിരുന്നല്ലോ ഇവന്റെ. നമ്മളെ കാർബൺ റൈഫിലൊക്കെ പോലീസിന്റെ തോക്കാണല്ലോ അത്. ഓക്കെ ഇത് ഏതാ കണ്ണ്? ഇത് 100 ബുള്ളറ്റ് പോണത്. എടാ ആരുടെയോ റോക്കറ്റ് ലോഞ്ചർ എന്നിട്ടുണ്ടായടാ. അത് ആരെല്ലായിരുന്നു? ഓക്കെ ഇവന്റിലായിരുന്നു. കിട്ടി റോക്കറ്റ് ലോഞ്ചർ കിട്ടി. എടാ അപ്പുറത്തെ പോലീസുകാരെ ചത്തു കേട്ടാ. ഒരുത്തൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് എലൈവായിട്ട്. ബാക്കി എല്ലാരും ചത്തു. ഓൾറൈറ്റ്. ഇത് പോലീസുകാരൻ തന്നെയാണ്. ഓക്കെ പോലീസുകാരൻ തന്നെയാണ്. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് മെയിൻ ആയിട്ടുള്ള ആളെ അങ്ങ് കൊണ്ടുപോകാനായിട്ട്. ഓൾറൈറ്റ്. അവനെന്തായാലും ഡോക്ടറൊക്കെ വന്ന് അങ്ങ് പൊക്കട്ടെ. എന്നിട്ട് വേണം അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇതിലുള്ള ബോഡി ഏതായിരുന്നു? മെയിൻ ആളുടെ ബോഡി എന്ന് പറയാനായിട്ട് ഇതിൽ നമുക്ക് തന്ന ഫോട്ടോ അനുസരിച്ച് ഓക്കെ ഈ കോട്ടിട്ട ആളായിരിക്കും മാഫിയത്തെ ലീഡർ. ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഡോക്ടർ വരുന്നവരെ. അങ്ങനെ ഈ ഡോക്ടർ EMS ഒക്കെ വന്നിട്ട് മെയിൻ 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഒരുത്തിന്റെ ബാക്കിൽ മുറിവ് പോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള കുറെ ബോഡി കത്തിപ്പോയി കേട്ടോ. ഇവന്മാരൊക്കെ ഡെഡ് കുറെ പേരൊക്കെ ഡെഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള സാറേ ഡോക്ടറെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങൾ ഹീൽ ചെയ്തിട്ട് ബാക്കി പോലീസുകാർ കൊണ്ടുവന്നോളും. ഓക്കെ നിങ്ങളൊക്കെ ആയിരുന്നു ഞാൻ തപ്പി നടന്നിരുന്നത്. അയ്യോ ഇത് മറ്റേ ഫ്രാങ്ക്ലിൻ സാറല്ലേ? ഓ ഇയാൾ ഇവിടെ വന്നോ? ഫ്രാങ്ക്ലിൻ ഓഫീസർ ആണ് ഞാൻ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കപ്പൊ അങ്ങനെ ജയിലോട്ട് പോവല്ലേ? സോറി സാറേ ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ അപ്പൊ അങ്ങ് എന്തായാലും വണ്ടി കയറിക്കോ. സാറേ നിങ്ങളപ്പോ ഒരു കാര്യം ചെയ്യാം. ഇവിടത്തെ എല്ലാ തൊണ്ടി മുതലും ഇവിടത്തെ ക്യാഷും ഗൺസും കാര്യങ്ങളും ഡീൽസും എല്ലാരും നിങ്ങൾ എന്തായാലും വേറെ വണ്ടിയിൽ കൊണ്ടുപോയി കേട്ടോ. സാറേ നമ്മള് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നോളും. ഓക്കെ ബാ എനിക്ക് അങ്ങോട്ട് പോവാ മര്യാദയ്ക്ക് വണ്ടി കയറിക്കോ കേട്ടാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്റെ കയ്യിലുള്ള തോക്കാണ്. ഒക്കത്തിന് ഞാൻ അങ്ങോട്ട് കൊല്ലും. കയറി വണ്ടി കയറി ഒക്കെ അങ്ങോട്ട് കയറിക്കോ. അങ്ങോട്ട് വണ്ടിയിലോട്ട് സംസാരിച്ചേക്കാണ്ട്. കയറി അത്രേ ഉള്ളു. അടുത്ത ആള് കയറി. എടാ നിന്നോടൊക്കെ പ്രത്യേകം പറയണ വണ്ടി കയറാനായിട്ട്. കേറാവേ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. എടാ അടുത്ത ആള് കയറ അങ്ങോട്ട്. പെട്ടെന്ന് വന്ന് വണ്ടി കയറ അങ്ങോട്ട്. ഞാൻ വണ്ടി കയറാം സാറേ. കേറി ഇനി കോട്ടിട്ടവൻ നീയും കയറി വണ്ടിയിലോട്ട്. എടാ ഇവനെന്താടാ കേറാത്തത്? കേറുന്നുണ്ട്. ഓക്കെ അങ്ങോട്ട്. എടാ ഡോറടഞ്ഞ കേറി എന്താ കേറത്ത? ഡോറടഞ്ഞ ഇതിന്റെ? ഹലോ കേറുന്നില്ലേ താൻ? അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം മോനെ. ഇടന്നാല് ഫ്രാങ്ക്ലിൻ സാറാണ് ഇവിടുത്തെ ഓഫീസർ എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഡീലിൽ വരത്തില്ലായിരുന്നു. എടാ മിണ്ടാണ്ടിരിക്കടാ അങ്ങോട്ട്. ഓക്കെ ഇനി ഒക്കത്തിന് ഇനി ജയിലിലോട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ പോണത്. സാറേ ഒരു ലാസ്റ്റ് ചാൻസ് അതുകൊണ്ട് സാറേ. പോടാ അവിടെ ഇല്ല നിനക്കൊരു ചാൻസും ഇല്ല, നിനക്കൊരു പണിയും ഇല്ല. ഓക്കെ ഇനി വേണ്ടിക്കന്നെ ബാക്കിയുള്ള ചത്തന്മാര് നിന്നെ ഞാൻ കൊല്ലും. ആ കടലിൽ നിന്നെ മുക്കി കൊല്ലും ഞാൻ അങ്ങോട്ട്. സോറി സാറേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. തൽക്കാലം ഇപ്പൊ സമയം 5 മണിയായി. തൽക്കാലം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇവനെ ആക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ രാവിലെ നമുക്ക് നേരെ കോടതിയിലോട്ട് പോവാം. ഓക്കെ അങ്ങനെ നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഈ വണ്ടിക്ക് സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല. ഒട്ടും മൈലേജ് പോയിട്ട് ഒരു തേങ്ങാക്കോല പോലും ഇല്ല ഈ വണ്ടിക്ക്. ഓക്കെ അങ്ങോട്ട് കേറി കമോൺ. ഓക്കെ സെറ്റ്. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഇനി വേണം ഇവന്മാരെ നമ്മളെ ജയിലിലോട്ട് അങ്ങ് ഇടാനായിട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. കാരണം നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇടിവണ്ടി അങ്ങ് പാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ എല്ലാരും ഇറങ്ങ്. കമോൺ. 3ാമത്തെ ആൾ ഇറങ്ങ്. 4ാമത്തെ ആളെ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് അവൻ അതിലത്തെ മെയിൻ പുള്ളിയല്ല. ഇവനാണ് ആ മറ്റേ മാഫിയയിലത്തെ മെയിൻ പുള്ളി. അവനെ നമ്മൾ അവിടെ വിട്ടേച്ച് പോകുന്നു. കാരണം അവര് നേരെ അങ്ങോട്ട്. കാരണം നമ്മുടെ വീട്ടിലെ മെയിൻ ആൾക്കാർ മാത്രം മതി. ജയിലിലെങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാല് ശരിയാവത്തില്ല. മനസ്സിലായ? ഓക്കെ അവിടെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ കുറവല്ലേ ഉള്ളു. പോലീസ് സെക്യൂരിറ്റികളും കുറവാണ്. നടക്കണം എന്നെ കൊണ്ടൊന്നും വെറുതെ തോക്കി ഇടിപ്പിക്കരുത് കേട്ടാ. മര്യാദക്ക് നടന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻകൗണ്ടർ ചെയ്ത് കൊന്നു കളയും. പെട്ടെന്ന് നടക്ക്. ഇവന്മാരെങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എന്റെ ജോലി തെറിക്കും. അത് കാരണം ഇവന്മാരെ നോക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട്.
ഇതിനുള്ളിൽ കയറി ജയിലിൽ കയറിക്കോ. എടാ അവനെന്താണ് പതിയെ വരുന്നത്? അവനെ കണ്ടിട്ട് എന്തൊരു ഓടാനുള്ള ഒരു കള്ള ലക്ഷണം ഉണ്ട്. ആ ഇതിന്റെ ഉള്ളിലോട്ട് കയറിക്കോ. ബാ മക്കളെ പോരെ കേറങ്ങോട്ട് നോക്കാം. ഓക്കെ സെറ്റ്. ഇനി മുതൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിലാണ് താമസിക്കാൻ പോണത്. നാളായിരിക്കും കോടതിയിൽ കൊണ്ടുപോകാൻ പോണത്. ഓക്കെ നിങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ അപ്പൊ ഓഫീസേഴ്സ് നിങ്ങൾ എല്ലാവരും സുരക്ഷിതമായിട്ട് നോക്കാനായിട്ട്. ഇവരെങ്ങാനും ജയിലിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി പോകും കേട്ടോ. സോറി അങ്ങനെ പറയില്ല സാറേ, പോവത്തില്ല സാറേ, സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ഓക്കെ സെറ്റ്. ഇവന്മാരുടെ ബോസിനെ ഇനി വേണം കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഒരു കാര്യം പറയാം, രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം പറയാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വരും. 2 എണ്ണം നിങ്ങളുടെ ബോസിന്റെ പേര് എന്റെ അടുത്ത് പറഞ്ഞു തന്നതില് ജീവിതകാലം മൊത്തം നിങ്ങൾ ജയിലിലായിരിക്കും കേട്ടോ. അപ്പൊ അതെന്തായാലും നമുക്ക് പറഞ്ഞു തരുന്ന വിചാരിക്കുന്നു. ഓക്കെ ഇനി അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതകാലം മൊത്തം ജയിലിലായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ അപ്പൊ ഇതിന്റെ പാർട്ട് 2 വീഡിയോ കാണാൻ താല്പര്യമില്ല. ജസ്റ്റ് 3000 ലൈക്കാണ്. നിങ്ങൾ എന്തായാലും 3000 ലൈക്ക് അടിക്കുക. നമുക്കിനി ജയിലിലൊക്കെ കൊണ്ടുപോയി ജയിലിൽ കുറെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണിയെടുപ്പിക്കുക, പുല്ല് വറപ്പിക്കുക, അങ്ങനെ ക്ലീൻ ആക്കുക, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ജയിലിന്റെ ഉള്ളിൽ. ഓക്കെ അപ്പൊ അത് ഇതിലാണെങ്കിൽ വലിയ വീഡിയോ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് 3000 ലൈക്ക് ആയി നമ്മൾ ഇതിന്റെ പാർട്ട് 2 ജയിൽ സൂപ്പറിന്റെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.